ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ഓൾ. മാനേജീരിയൽ അപ്ലിക്കേഷൻസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്തത്. അതിൽ പ്രൈസിങ് ഡിസിഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപ്ലിക്കേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. നോർമൽ കണ്ടീഷനിൽ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും, അതുപോലെ തന്നെ സ്റ്റിഫ് കോമ്പറ്റീഷനും ട്രേഡ് ഡിപ്രഷനൊക്കെ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻസിൽ നമ്മൾ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പറഞ്ഞു. ഇനി പ്രൈസിങ് ഡിസിഷനുമായി ബന്ധപ്പെട്ട മറ്റൊരു കേസാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് സ്പെഷ്യൽ ഓർഡേഴ്സും കാര്യങ്ങളും ലഭിക്കുമ്പോൾ ആ ഓർഡർ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കുമ്പോൾ അവിടെ നമ്മൾ പ്രൈസ് എലമെൻറ്റ് ഒരു ഫാക്ടറായിട്ട് വരുന്നുണ്ട്. സോ നമ്മൾ നിലവിൽ ട്രേഡ് ചെയ്യുന്ന, നിലവിൽ വിൽക്കുന്ന റേറ്റിനേക്കാൾ കുറഞ്ഞുള്ള റേറ്റിൽ പുതിയ ഓർഡേഴ്സ് കിട്ടുമ്പോൾ ആ ഓർഡേഴ്സ് ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ള കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നതും മാർജിനൽ കോസ്റ്റ് കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ഏരിയയിലുള്ള ഒരു പ്രോബ്ലം, അതിൻ്റെ കുറച്ച് തിയറിയുമാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ആക്സെപ്റ്റിംഗ് സ്പെഷ്യൽ ഓർഡർ ആൻഡ് എക്സ്പ്ലോറിങ് അഡീഷണൽ മാർക്കറ്റ്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, ഒരു ബിസിനസ് ഓർഗനൈസേഷന് ഓൾറെഡി ഉള്ള കപ്പാസിറ്റി, ടോട്ടൽ കപ്പാസിറ്റി കംപ്ലീറ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്ന് കരുതുക. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനിക്ക് ഒരു മന്ത് 50,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പക്ഷേ അറ്റ് പ്രസൻറ്റ് ഒരു 25 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു 25 യൂണിറ്റ്സ് കൂടി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആ ഒരു കമ്പനിക്ക് ഉണ്ടായിരിക്കും. ആ അഡീഷണൽ കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്യുന്ന തരത്തിൽ പുതിയ ഓർഡേഴ്സ് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഓർഡർ ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത് മാർജിനൽ കോസ്റ്റ് കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കും. സോ അവിടെ ചില കേസുകളിൽ അത്തരം ഓർഡർ കിട്ടുന്നത് നമ്മൾ നോർമൽ വിൽക്കുന്ന സെല്ലിംഗ് പ്രൈസിനേക്കാൾ കുറഞ്ഞ റേറ്റിലായിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ നിലവിലുള്ള കപ്പാസിറ്റി 50,000 ആണ്. അത് 25,000 യൂണിറ്റ് നമ്മളിപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് ട്രേഡ് ചെയ്യുന്നത്, അത് വിൽക്കുന്നത് സപ്പോസ് 10 പെർ യൂണിറ്റിനാണ് കരുതുക. പക്ഷേ ഒരു പുതിയ ഓർഡർ കിട്ടുകയാണ്. അവിടെ നമുക്ക് ഓഫർ ചെയ്യുന്ന സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് സപ്പോസ് 5 പെർ യൂണിറ്റ് ആണ് കരുതുക. അറ്റ് പ്രസൻറ്റ് നമ്മൾ വിൽക്കുന്നത് 10 രൂപയ്ക്കാണ്, പക്ഷേ പുതിയ ഓർഡർ കിട്ടുന്നത് 5 റുപ്പീസിനാണ്. അപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് പറയുക 5 റുപ്പീസിനാണ് എന്നുണ്ടെങ്കിൽ വേണ്ട എന്നുള്ളതാണ്. പക്ഷേ അവിടെ ഒറ്റയടിക്ക് അങ്ങനെ ഡിസൈഡ് ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ അഡീഷണൽ ഓർഡേഴ്സിന് ഉള്ള ഒരു ഓർഡർ കിട്ടുമ്പോൾ, അഡീഷണൽ കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്യാനുള്ള ഓർഡർ കിട്ടുമ്പോൾ അവിടെ നമ്മൾ നിലവിലുള്ള സെല്ലിംഗ് പ്രൈസോ അല്ലെങ്കിൽ നമ്മുടെ ടോട്ടൽ കോസ്റ്റോ നോക്കിയിട്ടല്ല ഡിസിഷൻ എടുക്കേണ്ടത്. പകരം മാർജിനൽ കോസ്റ്റ് കവർ ചെയ്യുന്നുണ്ടോ ഇല്ലയേ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഡിസിഷൻ എടുക്കേണ്ടത്. സോ ഇങ്ങനെ അഡീഷണൽ കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്യുന്ന തരത്തിൽ പുതിയ ഓർഡർ കിട്ടുമ്പോൾ ആ ഓർഡർ കിട്ടുന്ന സെല്ലിംഗ് പ്രൈസ് ഈവൻ നമ്മുടെ നോർമൽ സെല്ലിംഗ് പ്രൈസിനേക്കാളും താഴെയാണെങ്കിലും ആൻഡ് ഈവൻ നമ്മുടെ ടോട്ടൽ കോസ്റ്റിന് താഴെയാണ് എന്നുണ്ടെങ്കിലും അത് ആക്സെപ്റ്റ് ചെയ്യാം. പക്ഷേ അറ്റ്ലീസ്റ്റ് മാർജിനൽ കോസ്റ്റിന് ഈക്വൽ ആയിരിക്കണം. സോ ഫോർ എക്സാമ്പിൾ, നിലവിൽ നമ്മൾ നോർമൽ ട്രേഡ് ചെയ്യുന്ന സെല്ലിംഗ് പ്രൈസ് 10 റുപ്പീസാണ്. അഡീഷണൽ ഓർഡർ ഒരു 5 റുപ്പീസിനാണ് കിട്ടുന്നത് കരുതുക. ഇവിടെ നമ്മുടെ 10 റുപ്പീസിൽ 8 റുപ്പീസാണ് ടോട്ടൽ കോസ്റ്റ് വരുന്നത്. അതിൽ 5 റുപ്പീസ് വാരിയബിൾ കോസ്റ്റ് ഉണ്ട് കരുതുക. സോ ടോട്ടൽ മാർജിനൽ കോസ്റ്റ് പെർ യൂണിറ്റ് 5 ആണ്. നമ്മുടെ അഡീഷണൽ ഓർഡർ കിട്ടുന്നത് പെർ യൂണിറ്റ് 5 ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഓർഡർ ആക്സെപ്റ്റ് ചെയ്യാം. അതേസമയം അഡീഷണൽ ഓർഡർ കിട്ടുന്ന സെല്ലിംഗ് പ്രൈസ് സപ്പോസ് ₹4 ആണ് കരുതുക. പക്ഷേ നമ്മുടെ മാർജിനൽ കോസ്റ്റ് എത്രയുണ്ട്? ₹5 പെർ യൂണിറ്റ് ഉണ്ട്. അത്തരം കേസ് നമുക്ക് ആ ഓർഡർ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. സോ അഡീഷണൽ കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ പുതിയ ഓർഡർ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് അറ്റ്ലീസ്റ്റ് നമ്മുടെ മാർജിനൽ കോസ്റ്റിന് ഈക്വൽ ആണെങ്കിൽ നമുക്ക് ആ ഓർഡർ ആക്സെപ്റ്റ് ചെയ്യാം. അതാണ് അവിടുത്തെ പ്രൈസിങ് ഡിസിഷൻ വരുന്നത്. ഇനി അതുമായി ബന്ധപ്പെട്ടൊരു പ്രോബ്ലമാണ് പറയുന്നത്. ദെൻ പ്രോബ്ലം നോക്കുക. ദ കമ്പനി ഈസ് ഓപ്പറേറ്റിംഗ് അറ്റ് 60% ഓഫ് ദ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി, ടോട്ടൽ കപ്പാസിറ്റി ഓഫ് 10,000 യൂണിറ്റ്സ് പെർ മന്ത്. Its monthly fixed expenses is 6 lakhs per month. The other costs are direct material ₹55 per unit, direct labor ₹10 per unit, variable expenses ₹25 per unit. The company has invested ₹1 crore in the business and is currently earning a return of 7.2% per annum before taxes. The managing director is prepared to accept new business at any price which will raise the return on investment to 20% before taxes.
A special offer was received for 4,000 units every month if the product is supplied at rupees 120 per unit. Would you advise the company to accept the order? So ക്വസ്റ്റ്യൻ പറയുന്നത് 10,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാവുന്ന കപ്പാസിറ്റിയുള്ള ഒരു ഫേമാണ്. ആ കമ്പനി നിലവിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന 60% കപ്പാസിറ്റിയിലാണ്. ദാറ്റ് മീൻസ് 10,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള കമ്പനി 6,000 യൂണിറ്റേ നിലവിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. സോ ഒരു 4,000 യൂണിറ്റ് കൂടി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആ കമ്പനിക്കുണ്ട്. ദെൻ ഇവിടെ മന്ത്ലി ഫിക്സഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് 6 lakhs പെർ മന്താണ്. ഒരു മാസം 6 ലക്ഷം രൂപ ഫിക്സഡ് എക്സ്പെൻസ് വരുന്നുണ്ട്. ദെൻ അതർ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വാരിയബിൾ കോസ്റ്റുകൾ തന്നിട്ടുണ്ട്. മെറ്റീരിയൽ 55 per യൂണിറ്റ്, ലേബർ കോസ്റ്റ് 10 per യൂണിറ്റ് ആൻഡ് വാരിയബിൾ എക്സ്പെൻസസ് 24 per യൂണിറ്റ്. സോ ഇവിടെ പറയുന്നുണ്ട് കമ്പനിയിലെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 1 crore rupees ആണ്. അറ്റ് പ്രസൻറ്റ് അതിൻ്റെ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് 7.2% ആണ്. ദെൻ ഇവിടെ മാനേജിംഗ് ഡയറക്ടർ പറയുകയാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് നിലവിൽ 7.2% ആണ്. അത് 20% റേസ് ചെയ്യുന്ന തരത്തിൽ പുതിയ ഓർഡർ കിട്ടിയാൽ ആ 100% കപ്പാസിറ്റി കൂടി യൂട്ടിലൈസ് ചെയ്യും എന്നുള്ളതാണ് മാനേജിംഗ് ഡയറക്ടറിൻ്റെ ഡിസിഷന്. ദെൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു 4,000 യൂണിറ്റ്സ് പെർ മന്തിനുള്ള ഒരു അഡീഷണൽ ഓർഡർ കിട്ടുകയാണ്. അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 120 per യൂണിറ്റ് ആണ്. ഈ ഓർഡർ ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് ₹90 ആണ് കിട്ടുന്നത്. എങ്ങനെയാണ് 90 കിട്ടുന്നത്? ₹55 per യൂണിറ്റ് മെറ്റീരിയൽ കോസ്റ്റ് വരുന്നുണ്ട്, ലേബർ കോസ്റ്റ് 10 per യൂണിറ്റ് വരുന്നുണ്ട്, വാരിയബിൾ എക്സ്പെൻസ് 25 per യൂണിറ്റ് വരുന്നുണ്ട്. സോ ടോട്ടൽ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 90 rupees ഉണ്ട്. ദെൻ ഇവിടെ പുതിയ ഓർഡർ കിട്ടുന്ന സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 120 ആണ്. സോ നമ്മുടെ ഡിസിഷൻ എന്ന് പറയുന്നത് ഇത് രണ്ടും കമ്പയർ ചെയ്തിട്ടായിരിക്കണം. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്ന 120, മാർജിനൽ കോസ്റ്റ് 90 കവർ ചെയ്യുന്നുണ്ടോ ഇല്ലേ നോക്കുക. ഇവിടെ 120 rupees എന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റ് കവർ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? ആ ഓർഡർ ആക്സെപ്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ മാനേജിംഗ് ഡയറക്ടർ ഡിസിഷൻ എന്ന് പറയുന്നത് 7.2% റേറ്റ് ഓഫ് റിട്ടേൺ എന്നുള്ളത് 20% റിട്ടേൺ ആവുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഓർഡർ ആക്സെപ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഡിസിഷൻ. അപ്പോൾ നമ്മൾ ഈ 60% കപ്പാസിറ്റിയിൽ നിന്ന് 100% കപ്പാസിറ്റിയിലേക്ക് പ്രൊഡക്ഷൻ കൂട്ടുമ്പോൾ എത്രയാണ് റേറ്റ് ഓഫ് റിട്ടേൺസ് കിട്ടുന്നത് എന്നുകൂടി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, നമുക്ക് തന്നിട്ടുള്ള ഇൻഫോർമേഷൻസ് ടോട്ടൽ കപ്പാസിറ്റി 10,000 യൂണിറ്റ്സ് പെർ മന്ത് ഉണ്ട്, പ്രസൻറ്റ് പ്രൊഡക്ഷൻ 6,000 യൂണിറ്റ്സ് പെർ മന്താണ്, ഫിക്സ്ഡ് കോസ്റ്റ് 6 lakhs പെർ മന്ത് ഉണ്ട്. ദെൻ മാർജിനൽ കോസ്റ്റ് നമ്മൾ മുന്നേ പറഞ്ഞു ടോട്ടൽ 90 per യൂണിറ്റ് ആണ് മാർജിനൽ കോസ്റ്റ് വരുന്നത്. അതിൽ മെറ്റീരിയലും ലേബറും അതർ എക്സ്പെൻസും കൂടി ആഡ് ചെയ്തിട്ടാണ് ₹90 per യൂണിറ്റ് കിട്ടുന്നത്. ദെൻ അറ്റ് പ്രസൻറ്റ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 7.2% ആണ്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് 7.2% ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ആനുവൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 1 crore ആണ്. അതിൻ്റെ 7.2% കണ്ടാൽ കിട്ടുന്നതായിരിക്കും ആനുവൽ പ്രോഫിറ്റ് 7,20,000 എന്ന് പറയുന്നത്. സോ 7,20,000 ആനുവൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ പെർ മന്ത് പ്രോഫിറ്റ് എത്ര കിട്ടും? 7,20,000 ഡിവൈഡഡ് ബൈ 12 rupees 60,000 പെർ മന്ത് പ്രോഫിറ്റ് ഉണ്ട് എന്ന് കിട്ടും. സോ ഈ 60,000 പെർ മന്ത് പ്രോഫിറ്റ് ഉണ്ട്. എത്ര യൂണിറ്റ് മേലാണ്? 6,000 യൂണിറ്റ് മേലാണ്. സോ പെർ യൂണിറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 10 rupees ആയിരിക്കും. സോ നമ്മുടെ 6,000 യൂണിറ്റ്സുമായി ബന്ധപ്പെട്ടുള്ള കോസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് വരുന്നത്. ഡയറക്റ്റ് കോസ്റ്റ് പെർ യൂണിറ്റ് 90 ആണ് കിട്ടുന്നത്. സോ 6,000 യൂണിറ്റ്സുമേ 5,40,000 കിട്ടും. ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് 100 ആണ് വരുന്നത്. സോ ടോട്ടൽ 6,000 യൂണിറ്റ്സുമേ 6 lakhs ഫിക്സ്ഡ് കോസ്റ്റ് കിട്ടും. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് കോസ്റ്റ് 100 പ്ലസ് വാരിയബിൾ കോസ്റ്റ് 90 ആഡ് ചെയ്താൽ 190 rupees കിട്ടും. സോ 6,000 യൂണിറ്റ്സും വരുന്ന ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 11,40,000 കിട്ടും.
ദെൻ പ്രോഫിറ്റ് നമ്മൾ നേരത്തെ കണ്ടു, ടോട്ടൽ 60,000 പെർ മന്ത് ഉണ്ട്. പെർ മന്ത് പ്രൊഡക്ഷൻ വരുന്നത് 6,000 യൂണിറ്റ് ആണ്. സോ 60,000 റുപ്പീസ് ഡിവൈഡഡ് ബൈ 6,000 യൂണിറ്റ്സ് ചെയ്താൽ കിട്ടും പെർ യൂണിറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 10 ആണ്. സോ 190 പ്ലസ് പ്രോഫിറ്റ് 10 ആഡ് ചെയ്താൽ കിട്ടുന്ന സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കും? 200 ആയിരിക്കും. സോ ടോട്ടൽ സെയിൽസ് വാല്യൂ 200 ഇൻറ്റു 6,000 യൂണിറ്റ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 12 lakhs എന്ന് കിട്ടും. സോ നമ്മുടെ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവിടെ ടോട്ടൽ കോസ്റ്റ് വരുന്നത് 190 ആണ്. നമ്മുടെ നോർമൽ സെല്ലിംഗ് പ്രൈസ് 200 ആണ്. പക്ഷേ അഡീഷണൽ ഓർഡർ കിട്ടുന്ന സെല്ലിംഗ് പ്രൈസ് 120 ആണ്. ആ 120 എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ കോസ്റ്റുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് എത്ര വരുന്നുണ്ട് പെർ യൂണിറ്റ്? 190 വരുന്നുണ്ട്. ആ 190ൻ്റെ താഴെയാണ് സെല്ലിംഗ് പ്രൈസ് 120 വരിക. സോ നമ്മൾ ടോട്ടൽ കോസ്റ്റുമായി കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഡിസിഷൻ ഓർഡർ ആക്സെപ്റ്റ് ചെയ്യേണ്ട എന്നാവും. പക്ഷേ ഇവിടെ നമ്മൾ ടോട്ടൽ കോസ്റ്റ് കമ്പയർ ചെയ്തിട്ടല്ല പ്രൈസ് ഡിസിഷൻ എടുക്കേണ്ടത്. ഫിക്സ്ഡ് കോസ്റ്റ് ഒഴിവാക്കിയിട്ട് വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റും സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റും തമ്മിൽ കമ്പയർ ചെയ്യണം. അതിനുള്ള കാരണം എന്താണ്? നമ്മൾ 6,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഓൾറെഡി ഈ 100 പെർ യൂണിറ്റ് അല്ലെങ്കിൽ 6 lakhs ഫിക്സ്ഡ് കോസ്റ്റ് ഇൻകർ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ അഡീഷണൽ ഒരു 4,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു എന്ന് കരുതിയിട്ട് നമുക്ക് അഡീഷണൽ 6 lakhs റുപ്പീസോ ഒന്നും ഫിക്സ്ഡ് കോസ്റ്റ് വരുന്നില്ല. സോ അവിടെ നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റ് ഒഴിവാക്കിയിട്ട് വാരിയബിൾ കോസ്റ്റ് എത്രയാണ് എന്ന് നോക്കിയിട്ടാണ് ഡിസിഷൻ എടുക്കേണ്ടത്. സോ സെല്ലിംഗ് പ്രൈസ് 120 ആണ്. ഡയറക്റ്റ് കോസ്റ്റ് ഓർ വാരിയബിൾ കോസ്റ്റ് ടോട്ടൽ വരുന്നത് 90 ആണ്. സോ 90ൻ്റെ മുകളിൽ എന്ത് വരുന്നുണ്ട്? സെല്ലിംഗ് പ്രൈസ് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഓർഡർ ആക്സെപ്റ്റ് ചെയ്യാം. ദെൻ ഇവിടെ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് 6,000 യൂണിറ്റ്സിൻ്റെയും ദെൻ അഡീഷണൽ ഓർഡർ 4,000 യൂണിറ്റ്സ് ആക്സെപ്റ്റ് ചെയ്താലുള്ള കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 10,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ട് എന്ന് നമുക്ക് കാണാം. സോ ഇവിടെ നോക്കുക, സെയിൽസ് എന്ന് പറയുന്നത് 6,000 യൂണിറ്റ്സ് നമ്മൾ അറ്റ് പ്രസൻറ്റ് വിറ്റിരുന്ന സാധനം തന്നെയാണ്. അത് എത്ര രൂപക്കാണ് വിൽക്കുന്നത്? 200 റുപ്പീസിനാണ്. സോ 6,000 യൂണിറ്റ്സും നമുക്ക് 12 lakhs സെയിൽസ് കിട്ടുന്നുണ്ട്. അതേസമയം അഡീഷണൽ ഓർഡർ ആയിട്ടുള്ള 4,000 നമ്മൾ റിസീവ് ചെയ്യുന്നത് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 120 ആണ്. സോ 4,000 ഇൻറ്റു 120 എന്ന് പറയുന്നത് 4,80,000 ആണ്. ഇവിടെ 4,000 യൂണിറ്റ്സ് ഒരിക്കലും എന്ത് റേറ്റിനല്ല, 200 റുപ്പീസിനല്ല ഓർഡർ കിട്ടുന്നത്, 120 റുപ്പീസിനാണ്. സോ 4,000 ഇൻറ്റു 120 4,80,000 കിട്ടും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് എത്ര കിട്ടും? 16,18,000 കിട്ടും. ഓക്കെ. ദെൻ വാരിയബിൾ കോസ്റ്റ് നോക്കുക. വാരിയബിൾ കോസ്റ്റ് നമ്മൾ ഓൾറെഡി കണ്ടു, 90 പെർ യൂണിറ്റ് ആണ്. വാരിയബിൾ കോസ്റ്റ് ചേഞ്ച് ചെയ്യുന്നില്ല. അത് എത്ര യൂണിറ്റ് ആണ് എന്നുണ്ടെങ്കിലും വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഫിക്സഡ് ആയിരിക്കും. സോ 6,000 യൂണിറ്റ്സുമ്പോൾ 90 റുപ്പീസിന് ടോട്ടൽ 5,40,000 കിട്ടും. ദെൻ 4,000 യൂണിറ്റ്സുമ്പോൾ പെർ യൂണിറ്റ് 90 അനുസരിച്ചിട്ട് 3,60,000 കിട്ടും. സോ ടോട്ടൽ 10,000 യൂണിറ്റുമ്പോൾ 90 റുപ്പീസ് പെർ യൂണിറ്റ് പ്രകാരം 9 lakhs വാരിയബിൾ കോസ്റ്റ് ടോട്ടൽ കിട്ടും. ദെൻ കോൺട്രിബ്യൂഷൻ, സെയിൽസിൽ നിന്ന് വാരിയബിൾ കോസ്റ്റ് ഡിഡക്റ്റ് ചെയ്താൽ കിട്ടുന്ന ബാലൻസ് ആണ് കോൺട്രിബ്യൂഷൻ. സോ 6,000 യൂണിറ്റ്സിൻ്റെ കേസിൽ കോൺട്രിബ്യൂഷൻ 110 ആയിരിക്കും. 4,000 യൂണിറ്റ്സിൻ്റെ കേസിൽ കോൺട്രിബ്യൂഷൻ 30 ആയിരിക്കും. സോ ടോട്ടൽ 10,000 യൂണിറ്റ്സിന് കിട്ടുന്ന കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 7,80,000 ആയിരിക്കും. ദെൻ അടുത്ത് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാനുള്ളത് ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത് പെർ യൂണിറ്റ് 100 ആയിരുന്നു. ദാറ്റ് മീൻസ് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് ടോട്ടൽ 6 lakh ആണ്. ആ 6 lakhs 6,000 യൂണിറ്റ്സിന് പെർ യൂണിറ്റ് പ്രകാരം 100 വെച്ച് ഡിവൈഡ് ചെയ്താൽ കിട്ടും. സോ ടോട്ടൽ 6,000 യൂണിറ്റ്സിന് 6 lakhs നമ്മൾ ഓൾറെഡി ഇൻകർ ചെയ്യുന്ന ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. അത് 6,000 യൂണിറ്റ് ആയാലും 7,000 ആയാലും 5,000 ആയാലും എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും നമ്മൾ ഈ 6 lakhs ഫിക്സ്ഡ് കോസ്റ്റ് ഇൻകർ ചെയ്യണം. സോ അത് നമ്മൾ ഓൾറെഡി ഇൻകർ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ 6,000 യൂണിറ്റ്സിൻ്റെ കോൺട്രിബ്യൂഷന് ആ ഫിക്സ്ഡ് കോസ്റ്റ് ഡിഡക്റ്റ് ചെയ്യാം. അത് പിന്നെ നമ്മൾ 4,000 യൂണിറ്റ്സിൽ ഇവിടെ ഡിഡക്റ്റ് ചെയ്യാൻ പാടില്ല. കാരണം അത് നമ്മൾ ഓൾറെഡി ഡിഡക്റ്റ് ചെയ്തു. ഇനി 4,000 യൂണിറ്റ് അഡീഷണൽ പ്രൊഡ്യൂസ് ചെയ്തു എന്ന് കരുതിയിട്ട് നമ്മൾ ഫിക്സ്ഡ് കോസ്റ്റ് അഡീഷണൽ ഇൻകർ ചെയ്യുന്നില്ല. സോ ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് എപ്പോഴും എത്ര തന്നെ ആയിരിക്കും? 6 lakh ആയിരിക്കും. സോ 7,80,000 കോൺട്രിബ്യൂഷന് 6 lakhs
ഫിക്സ്ഡ് കോസ്റ്റ് ഡിഡക്റ്റ് ചെയ്യുക. സോ 6000 യൂണിറ്റ്സുമ്പോൾ നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടും? 10 പെർ യൂണിറ്റ് കിട്ടും. അതേസമയം 4000 യൂണിറ്റ്സുമേ പ്രോഫിറ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 30 ആയിരിക്കും. ഇവിടെ കോൺട്രിബ്യൂഷനും പ്രോഫിറ്റും ഈക്വലായിട്ട് വരുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു എന്ന് കരുതിയിട്ട് ഇവിടെ ഫിക്സ്ഡ് കോസ്റ്റ് അഡീഷണൽ ഇൻകർ ചെയ്യുന്നില്ല. സോ എത്ര യൂണിറ്റ് അഡീഷണലി സെയിൽ നടത്തിയാലും അവിടെ കോൺട്രിബ്യൂഷനും പ്രോഫിറ്റും ഈക്വലായിട്ട് വരും. അതിന് കാരണം ഈ ഫിക്സ്ഡ് കോസ്റ്റ് ഫിക്സ്ഡായി നിൽക്കുന്നത് കൊണ്ടാണ്. ദെൻ നമുക്ക് ടോട്ടൽ 10,000 യൂണിറ്റ്സുമ വരുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1,80,000 ആയിരിക്കും. ഇപ്പോൾ നമ്മൾ കണ്ടെത്തി പ്രോഫിറ്റ് 10 പെർ യൂണിറ്റ് ഉണ്ടായിരുന്നത് 30 പെർ യൂണിറ്റ് കൂടി അഡീഷണലി നമുക്ക് ഏൺ ചെയ്യാൻ കഴിയും ആ 4,000 യൂണിറ്റ്സിൻ്റെ അഡീഷണൽ ഓർഡർ ആക്സെപ്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ. ഇനി നമ്മൾ ഒരു കാര്യം കൂടി നോക്കണം. ഈ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിൽ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടോ? കാരണം മാനേജിംഗ് ഡയറക്ടർ പറയുന്നുണ്ട് 20% റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എത്തുകയാണെങ്കിൽ അവിടെ ആ ഓർഡർ ആക്സെപ്റ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കാണണം. നമുക്കറിയാം ടോട്ടൽ പ്രോഫിറ്റ് 1,80,000 പെർ മന്ത് ആണ്. സോ 1,80,000 ഇൻറ്റു 12 ചെയ്താൽ ആനുവൽ പ്രോഫിറ്റ് കിട്ടും. ദെൻ നമ്മുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് 1 crore ആണ്. ദാറ്റ് ഡിവൈഡ് ബൈ 1 crore ഇൻറ്റു 100 ചെയ്താൽ കിട്ടുന്നതായിരിക്കും റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. സോ 1,80,000 ഇൻറ്റു 12 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 1 crore ചെയ്താൽ കിട്ടുന്നത് 21.6% ആയിരിക്കും. സോ നമുക്ക് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് 20%ലേക്ക് എത്തിയിട്ടുണ്ട് ഈ 4,000 യൂണിറ്റ്സിൻ്റെ അഡീഷണൽ ഓർഡർ ആക്സെപ്റ്റ് ചെയ്തപ്പോൾ. സോ എന്നാൽ നമുക്ക് മാനേജിംഗ് ഡയറക്ടർ എന്ത് തീരുമാനിക്കും? ആ ഓർഡർ ആക്സെപ്റ്റ് ചെയ്യാൻ തീരുമാനിക്കും. ഇനി അവിടെ ഈ 21.6% റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എത്തിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് നമ്മുടെ മാർജിനൽ കോസ്റ്റ് കവർ ചെയ്യുന്നത് കൊണ്ടാണ് എന്ന തരത്തിൽ സെല്ലിംഗ് പ്രൈസ് കിട്ടിയത് കൊണ്ടാണ് ഇങ്ങനെ പ്രോഫിറ്റബിൾ ആയതും റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുകയും ചെയ്തത്. സോ ഇവിടെ മറ്റുള്ള കാര്യങ്ങളൊന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. ദാറ്റ് മീൻസ് നമ്മൾ ഇങ്ങനെ ഒരു അഡീഷണൽ ഓർഡർ കിട്ടുമ്പോൾ അത് നമ്മുടെ നിലവിലുള്ള സെല്ലിംഗ് പ്രൈസിനേക്കാൾ താഴെയുള്ള റേറ്റിന് വിൽക്കുമ്പോൾ നമ്മുടെ നോർമൽ സെല്ലിംഗ് പ്രൈസിൽ വാങ്ങുന്ന കസ്റ്റമേഴ്സിന് അത് അഡ്വേഴ്സായിട്ട് ബാധിക്കാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ ഈ കമ്പനി നിലവിൽ 6,000 യൂണിറ്റ്സ് വിറ്റിരുന്ന ആ വാങ്ങിയിരുന്ന കസ്റ്റമർ അറിയുകയാണ് ഇവിടെ മറ്റൊരു കസ്റ്റമറിന് ഇത് 120 പെർ യൂണിറ്റിന് വിൽക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ അത് ആ നോർമൽ സെല്ലിംഗ് പ്രൈസ് അല്ല 200 വാങ്ങിയിരുന്ന കസ്റ്റമേഴ്സിനെ അഡ്വേഴ്സായിട്ട് ബാധിക്കും. അവർ പിന്നീട് നമ്മുടെ ഓർഡർ ആക്സെപ്റ്റ് ചെയ്യാതെ വരും. സോ അങ്ങനെ ഉള്ളൊരു പ്രോബ്ലം നമ്മൾ വരാതെ സൂക്ഷിക്കേണ്ടത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ അഡീഷണൽ ഓർഡർ നോർമൽ സെല്ലിംഗ് പ്രൈസിൻ്റെ താഴേക്ക് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ അത് നമ്മുടെ നോർമൽ സെല്ലിംഗ് പ്രൈസിലുള്ള കസ്റ്റമേഴ്സിനെ അഡ്വേഴ്സായിട്ട് ബാധിക്കാതെ നോക്കണം. അപ്പോൾ അത് ലോക്കൽ മാർക്കറ്റിൽ തന്നെ നമ്മൾ 2 പ്രൈസിന് വിൽക്കുകയാണെങ്കിൽ അത് നമുക്ക് അഡ്വേഴ്സ് എഫക്റ്റ് വരുത്തും. അതേസമയം നമ്മൾ ഫോറിൻ ഓർഡറൊക്കെയാണ് അങ്ങനെ ലോവർ സെല്ലിംഗ് പ്രൈസിന് ആക്സെപ്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ലോക്കൽ കസ്റ്റമേഴ്സിനെ അഡ്വേഴ്സായിട്ട് ബാധിക്കില്ല. സോ അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ നിലവിലുള്ള കസ്റ്റമേഴ്സിനെ അഡ്വേഴ്സായിട്ട് ബാധിക്കാനോ നമ്മുടെ കമ്പനിയുടെ ഗുഡ്വില്ലിനെ അഡ്വേഴ്സായിട്ട് ബാധിക്കാൻ പാടില്ല. കസ്റ്റമറുടെ മൈൻഡിൽ ക്വാളിറ്റീനെ കുറിച്ചുള്ള ഒരു ഡൗട്ടും വരാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ നിലവിലുള്ള അൺയൂട്ടിലൈസ്ഡ് കപ്പാസിറ്റി ഇതിനേക്കാൾ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള തരത്തിൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ വരാനും പാടില്ല. സോ അത്തരം കേസുകളിലൊന്നും അത്തരം പ്രോബ്ലംസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 4,000 യൂണിറ്റ്സ് 120 പെർ യൂണിറ്റിന് വിൽക്കാനുള്ള ഓർഡർ റിസീവ് ചെയ്യാവുന്നതാണ്. സോ ഇവിടെ പറയുന്ന ഇത്ര കാര്യമുള്ളൂ. നമുക്ക് അഡീഷണൽ കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ ഏതെങ്കിലും തരത്തിൽ ഓർഡർ കിട്ടുകയാണെങ്കിൽ ആ സെല്ലിംഗ് പ്രൈസ് ഈവൺ നമ്മുടെ നോർമൽ സെല്ലിംഗ് പ്രൈസിനേക്കാളും അതുപോലെ ടോട്ടൽ കോസ്റ്റിനേക്കാളും താഴെയാണ് എന്നുണ്ടെങ്കിലും നമുക്ക് ഓർഡർ ആക്സെപ്റ്റ് ചെയ്യാം. പക്ഷേ അത് അറ്റ്ലീസ്റ്റ് മാർജിനൽ കോസ്റ്റിന് ഈക്വൽ ആയിരിക്കണം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റബിൾ ആയിരിക്കും. അതിനുള്ള കാരണം എന്താണെന്ന് കരുതിയാൽ ഈ ഫിക്സ്ഡ് കോസ്റ്റ് ഒരിക്കലും ആഡ് ചെയ്യുന്നില്ല. നമ്മൾ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും ഫിക്സ്ഡ് കോസ്റ്റ് ഫിക്സ്ഡായി നിൽക്കുന്നത് കൊണ്ടാണ് അഡീഷണൽ ഓർഡർ യൂട്ടിലൈസ് ചെയ്യുമ്പോഴും നമ്മുടെ കോൺട്രിബ്യൂഷനും പ്രോഫിറ്റും ഈക്വലായിട്ട് വരുന്നത്. സോ അത്തരം കേസുകളിൽ നമ്മുടെ സെല്ലിംഗ് പ്രൈസ് പുതിയ ഓർഡറിൻ്റെ സെല്ലിംഗ് പ്രൈസ് മാർജിനൽ കോസ്റ്റ് കവർ ചെയ്യുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് മാർജിനൽ കോസ്റ്റിന് ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഓർഡർ ആക്സെപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇത്രയാണ് പ്രൈസിങ് ഡിസിഷനിൽ ഓർഡർ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. താങ്ക് യു.